4 വർഷ ബിരുദത്തിന് ഏകീകൃത അക്കാദമിക് കലണ്ടർ രൂപീകരിക്കാൻ സർക്കാർ തീരുമാനം. ഇതിനുവേണ്ടി പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തി. കേരള സർവകലാശാല രജിസ്ട്രാറാണ് സമിതി കൺവീനർ. മറ്റ് സർവകലാശാലകളിലെ രജിസ്ട്രാർമാർ അംഗങ്ങളാകും. ഏപ്രിൽ 15-നകം സമിതി റിപ്പോർട്ട് നൽകും. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഈ 4 വർഷ ബിരുദത്തിന് വേണ്ടി എന്തിനാണ് കലണ്ടർ തയ്യാറാക്കുന്നത്? അതായത് അജിംസ്, ഈ ഒരു പൊതു സമയക്രമ പ്രകാരം എല്ലാ സർവകലാശാലകളിലും ഏകീകൃത അക്കാദമിക് കലണ്ടർ വഴി ഇത്തരത്തിൽ ക്ലാസുകൾ നടത്താം എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഏകീകൃത അക്കാദമിക് കലണ്ടർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാറാണ് ഈ സമിതിയുടെ കൺവീനർ. മറ്റ് സർവകലാശാലകളിലുള്ള രജിസ്ട്രാർമാരെ ഇതിൽ അംഗങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഏപ്രിൽ 15-ന് മുൻപ് സമിതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നതാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം നൽകിയിരിക്കുന്നത്. 4 വർഷ ബിരുദ പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകലാശാല പ്രതിനിധികളുടെ ഒരു യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു സമിതിയെ രൂപീകരിക്കാമെന്നും അതിന്റെ ഒരു സ്ട്രക്ചറും എല്ലാം തന്നെ വ്യക്തമായിരിക്കുന്നത്. ഇതിൽ കേരള, MG, കാലടി, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിലാണ് ഇത്തരത്തിൽ ഏകീകൃത അക്കാദമിക് കലണ്ടർ പ്രകാരമുള്ള ഒരു പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. പരീക്ഷ ഫലപ്രഖ്യാപനം, അവധികൾ നൽകുന്നത്, പ്രോസ്പെക്ടസ് രൂപീകരണം എല്ലാം തന്നെ ഈ ഏകീകൃത അക്കാദമിക് കലണ്ടർ പ്രകാരം നടത്താം എന്നതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപാട് സമയലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഒരു പൊതു സ്വഭാവം പരീക്ഷകൾക്കും അക്കാദമിക പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകുമെന്നതാണ് ഇത്തരത്തിൽ ഈ സമിതി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ശരി ഗോപാൽ.